പുതിയ കൗൺസിൽ അധികാരമേറ്റതിനു ശേഷമുള്ള തലശ്ശേരി നഗരസഭയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. ചെയർമാൻ കാരായി ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന നഗരസഭാ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ വി സതിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സാമൂഹ്യ സുരക്ഷ, പശ്ചാത്തല സൗകര്യ വികസനം, ടൂറിസം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്കാണ് ഇത്തവണത്തെ ബജറ്റ് പ്രധാനമായും ഊന്നൽ നൽകുന്നത്. 146,46,522 രൂപ വരവും 120,58,26,500 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 22,87,79,382 രൂപ നീക്കിയിരിപ്പുമായി കണക്കാക്കുന്നു. കൗൺസിൽ അംഗങ്ങളായ VM സുകുമാരൻ, ജിഷ കളത്തിൽ എന്നിവർ ബജറ്റിനെ പിന്താങ്ങി സംസാരിച്ചു. ബജറ്റിന്മേലുള്ള വിശദമായ ചർച്ചയും ഭേദഗതി നിർദ്ദേശങ്ങളും ഇന്ന് രാവിലെ ചേരുന്ന കൗൺസിൽ യോഗത്തിൽ നടന്നു. ഇതിനുശേഷമായിരിക്കും പുതിയ ബജറ്റിന് കൗൺസിൽ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നത്. നഗരത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ബജറ്റ് പ്രസംഗത്തിൽ പരാമർശമുണ്ട്. കണ്ടിക്കലിൽ പണി പൂർത്തിയായ അമ്മയും കുഞ്ഞും ആശുപത്രി ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. കാർഷികം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കിയതായി വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു. വിദ്യാഭ്യാസം, കല, സാംസ്കാരികം എന്നീ മേഖലകളിലെ പദ്ധതികളും വിജയകരമായി നടപ്പിലാക്കി. MG റോഡ് സൗന്ദര്യവൽക്കരണം പൂർത്തിയായതായും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 223 വീടുകൾ നിർമ്മിച്ചതും ഭരണസമിതിയുടെ നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടി. കൊളശ്ശേരിയിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിനായി 54 സെന്റ് സ്ഥലം ഏറ്റെടുത്ത വിവരവും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരി നഗരസഭയിലെ തരിശുഭൂമികൾ കൃഷിയോഗ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖലയിൽ കുറേയൊരു കേരളത്തിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കേണ്ട ഒരു സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ രീതിയിൽ ഇടപെടുന്നുണ്ട്. നഗരസഭയുടെ ഭാഗമായി നമുക്ക് തരിശുഭൂമി കണ്ടെത്തിക്കൊണ്ട് നമുക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ ഒരു പദ്ധതി അതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി. മറ്റൊന്ന്, 2 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലാബിൽ ഈ വർഷം തന്നെ കുടിവെള്ള പരിശോധനക്കുള്ള സൗകര്യം ഒരുക്കും. നമുക്ക് നമ്മുടെ ഈ കിണറുകളിലെ വെള്ളം സ്വാഭാവികമായി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ പുറത്ത് നമ്മൾ കാശ് കൊടുത്തിട്ടാണ്, പ്രൈവറ്റ് ലാബുകളിലാണ്. അത് ഈ പ്രാവശ്യം നഗരസഭ ഉദ്ദേശിക്കുന്നത് 2 ഹയർ സെക്കൻഡറി സ്കൂളുകളെ സൗജന്യമായിട്ടുള്ള വെള്ളം പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലാബ് ഒരുക്കുന്നതാണ്. ഘട്ടഘട്ടമായി നമുക്ക് ഫലപ്രദമായി ഘട്ടഘട്ടമായി ഇതിന്റെ സ്കൂളുകളുടെ എണ്ണം, ലാബിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കും.